വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് വരുന്നത്. എൻ്റെ വ്ളോഗ്സൊക്കെ കാണുന്നവർ ഇതിന് മുന്നേ ദുബായ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഇന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഹസ്ബൻഡ് സിസ്റ്ററിനെ വിളിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ജ്യൂസും സ്നാക്സും ഒക്കെ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ ആ ബാക്കിൽ കാണുന്ന ഫോട്ടോ ഫ്രെയിം അതെനിക്ക് ഷേർലി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. ഹലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു, സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചു. അപ്പം വൈകിട്ടാണ് ആക്ച്വലി സിസ്റ്റർ വന്നത്. അപ്പോൾ അതന്നെ നമുക്ക് വൈകുന്നേരം കുറച്ച് സമയമേ കിട്ടിയുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ റീൽസൊക്കെ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ പല പല തിരക്കിനിടയിൽ അത് സത്യം പറഞ്ഞാൽ വിട്ടുപോയി കേട്ടോ. ഞാൻ അതിൻ്റെ കാര്യം പിന്നെ ഇപ്പോഴാണ് ഓർക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കറങ്ങാനായിട്ട് ഇറങ്ങി. ഒരു കുഞ്ഞ് ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോയി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അത്രയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ അന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇതവിടെ ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെന്നപ്പോൾ കണ്ടതാണ്. ആ ഒരു ടെഡി ബെയർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ വലിയൊരു ടെഡി ബെയർ കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ, അതിനെ കാണാനും തൊടാനും ഒക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം താമസിക്കാതെ തന്നെ വയറ്റിൽ വിശപ്പ് തുടങ്ങിയത് കൊണ്ടും മണിയടിക്കാൻ തുടങ്ങിയത് കൊണ്ടും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അധികം സമയം കളയാതെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്ത് കഴിക്കണം എന്നൊക്കെ ഉള്ള പല കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ചോറ് കഴിക്കണം അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അല്ലാതെ ഉള്ള നോർമൽ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ചു. രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചു. എന്നെതുകൊണ്ടതോ ആ ഇതിൽ കാണാമല്ലോ. എന്നെ ഇത് ഞാനാണ് എടുത്തോണ്ടിരിക്കുന്നതെന്ന് കാണാമല്ലോ. മതി വിദൂരത്തിൽ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഡേ 1 എന്ന് പറയുന്നത്. ഈവനിങ് ആയതുകൊണ്ട് പെട്ടെന്ന് സമയം പോയി. അപ്പം നാളെ ഞാൻ ഡേ 2 അപ്ലോഡ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.